അങ്ങനെ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു. കയറിയപ്പോഴത്തേനും ഓൾറെഡി ക്ലാസ് തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. അഡ്മിഷൻ ക്ലോസ് ചെയ്ത് അവരുടെ ആ ഇയർ എൻഡ് ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേ ആണ് ഞാൻ ചെന്ന് ക്ലാസ്സിൽ കയറുന്നത്. ആ ചർച്ച് എപ്പോഴും ഓപ്പൺ ആണ്, 24/7 ഓപ്പൺ ആണ്. നമുക്ക് എപ്പോൾ വേണേലും ആ ചർച്ചിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ. അപ്പൊ എല്ലാവരും ഓരോ പാറയുടെ മണ്ടയിലൊക്കെ മാറിയിരുന്ന് മരത്തിന്റെ ഇടയിലൊക്കെ പോയിരുന്ന് ഞാൻ പറഞ്ഞു, ക്വയറ്റ് ടൈമാണ്, നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുക്കുക, നിങ്ങൾ വായിക്കുക, ശാന്തമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അന്നൊക്കെയാണ് പലരും ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മറ്റു പലരും ഇത് ശ്രദ്ധിക്കാനും ഇതിനെപ്പറ്റി സംസാരിക്കാനും തുടങ്ങി. ക്യാമ്പസുകളെല്ലാം ഇവിടെ നടന്ന ഈ മീറ്റിങ്ങിനെ പറ്റിയിട്ടും ഇങ്ങനെ ആൾക്കാർ വീണതിനെ പറ്റി ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് ഇത് ക്യാമ്പസിലെല്ലാം ഇതൊരു ചർച്ച ചെയ്യും. ഇതിൽ നിന്നെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ച 1-2 പാഠങ്ങളിൽ ഒന്ന്, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മൾ വിചാരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്നേഹവന്ദനം. പാസ്റ്റർ സാം വർഗീസിനോടൊപ്പമുള്ള നമ്മുടെ സംഭാഷണം തുടരുകയാണ്, നമ്മുടെ യാത്ര തുടരുകയാണ്. തൻ്റെ ബാല്യകാല അനുഭവങ്ങളാണ് നമ്മളോട് കഴിഞ്ഞ ആഴ്ച ദേവദാസൻ തൻ്റെ അനുഭവങ്ങളിൽ നിന്നും പങ്കുവെക്കാൻ ഇടയായി തീർന്നത്. താൻ BSc കെമിസ്ട്രി പാസ്സായതിനു ശേഷം തൻ്റെ സ്വപ്നം തകർന്നുടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, എങ്കിലും ഉള്ളിൽ ഒരിക്കലും അണഞ്ഞിട്ടില്ലാത്ത ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തൻ്റെ പിതാവ് നടത്തിയ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ തനിക്ക് കേൾക്കേണ്ടി വന്ന ഒരു ദൂതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അവിടെ നിന്നും നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയ ആ 1-ാം ദിവസത്തെ ദൂത്. ഞാൻ പറഞ്ഞു വന്ന പോലെ ആ ഒരു ദൂത് ഞാൻ കേൾക്കുകയാണ്. ദേവദാസ് എന്നോട് പറയാണ്, ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ ദൈവം നിന്നെ ഒരു സ്ഥലത്തേക്ക് അയക്കും, അത് നിന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും, ദൈവം അവിടെ നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും എന്നൊക്കെ. അങ്ങനെ ഒരു ദൂത് കേൾക്കാം. ഞാൻ അതിനുശേഷം ആ ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു കോള്. അവൾ സേലത്ത് പഠിക്കുക, നഴ്സിംഗ് കോളേജിൽ പഠിക്കുക. അവളുടെ ഒരു കോള് വരുന്നു. ഇതുപോലെ അവിടെ നോട്ടീസ് ബോർഡിൽ ഒരു ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നു, ഒരു നോട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നു. ഫാർമസി കോളേജിൽ B.Pharm ഫ്യൂ ലാബ് സീറ്റ് വന്നിട്ടുണ്ട്. ഡൊണേഷൻ കൂടാതെ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിതിൻ ഫ്യൂ ഡേയ്സ് അവിടെ എത്തണം, അഡ്മിഷൻ എടുക്കണം. ഇങ്ങനൊരു നോട്ടീസ്. ഇവളിത് കണ്ടതും റൈറ്റ് എന്നെ വിളിച്ചു. ഇങ്ങനെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ. അപ്പോൾ ഫാസ്റ്റിംഗ് പേരിൻ്റെ 8ാമത്തെ ദിവസമാണ് ഈ ഒരു കോൾ വരുന്നത്. അപ്പം ആ സമയത്ത് ആക്ച്വലി കോളേജുകളൊന്നും അഡ്മിഷൻ തുടങ്ങുന്ന സമയമോ ക്ലാസ് തുടങ്ങുന്ന സമയം എല്ലാം കഴിഞ്ഞു. ക്ലാസ് ഒക്കെ എപ്പോഴേ നടന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് ഇത് ഒരു 2 months കഴിഞ്ഞൊരു സമയമാണ്. അപ്പോഴാണ് ഈ കോൾ വരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് വരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്കറിയത്തില്ല. അപ്പൊ എനിക്ക് ഈ ദൂത് ഇങ്ങനെ കേട്ടതും ഈ ഒരു കോൾ ഇങ്ങനെ വരികയും കൂടെ ചെയ്തപ്പോൾ പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റി. ഇതൊരു ദൈവഹിതമാകാം. അപ്പോൾ എന്താ ചെയ്യേണ്ട? ഫീസ് അടയ്ക്കണം, പക്ഷെ ഡൊണേഷൻ ഒന്നും കൊടുക്കണ്ട. നമ്മൾ ആ ആനുവൽ ഫീ എത്ര ആണോ അത് നമ്മൾ കൊടുക്കണം. അതിന് നമുക്ക് സമയമുണ്ട്, റൈറ്റ് അവേ കൊടുക്കുകയും വേണ്ട. അപ്പോൾ ഇത് കേട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴോട് പറഞ്ഞു ഇതുപോലെ ഞാൻ പോയാലോ, പ്രത്യേകിച്ച് 1-ാം ദിവസം നമ്മൾ കേട്ട ദൂതും ഇതുമായി ഒത്തുവരുന്നു, അപ്പൊ അതൊരു ദൈവഹിതമായിരിക്കും എന്നോർത്തു. അപ്പം ആദ്യം പപ്പ പറഞ്ഞു നിന്റെ ആഗ്രഹം പോലെ ചെയ്യ്, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പോയി ചെയ്യ്, ഫീസിന്റെ കാര്യം നമുക്ക് നോക്കാം, എന്തെങ്കിലും ക്രമീകരണങ്ങളൊക്കെ നോക്കാം, ഡൊണേഷൻ ഇല്ലല്ലോ എന്നുള്ള ആഗ്രഹം. പിന്നെ ഞാൻ പേരൻസിനെ ഇനിയും ബുദ്ധിമുട്ടിക്കണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായെങ്കിലും ദൈവാലോചനയ്ക്ക് വിധേയപ്പെടാൻ തീരുമാനിച്ചു. അതിന് വലിയൊരു ദൈവഹിതം ഉണ്ടാകും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആ ദിവസങ്ങളിൽ തന്നെ, ഒരു 12-ാമത്തെ 13-ാമത്തെ ദിവസം നമ്മൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഇവിടുന്ന് ട്രെയിൻ കയറി നേരെ സേലത്തിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ കോളേജിൽ ചെന്നു. ഈ ഒരു കാര്യം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു. അവരെനിക്ക് അഡ്മിഷൻ തന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നില്ല, ഞാൻ അവിടെ തന്നെ നിന്ന് ഇവിടെ ഫസ്റ്റ് പേരൊക്കെ കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ആയ ശേഷം പിന്നെ ഡാഡി ഇവിടുന്ന് അവിടെ വന്ന് എല്ലാം എന്നെ ഒന്ന് ചെല്ലാം. അപ്പം അവിടെ ഞാൻ അവിടെ നേരത്തെ പഠിക്കുന്ന പിള്ളേരുടെ കൂടെ താമസമായി. അപ്പം മന്ത്ലി ചെലവിന് പൈസ വേണം. പെട്ടെന്ന് പിന്നെ ഓരോന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടെങ്കിലും ആ ഒരു ആഗ്രഹം കൊണ്ടും ദൈവാലോചന ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു. കയറിയപ്പോഴത്തേനും ഓൾറെഡി ക്ലാസ് തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. അഡ്മിഷൻ ക്ലോസ് ചെയ്ത് അവരുടെ ആ ഇയർ എൻഡ് ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേ ആണ് ഞാൻ ചെന്ന് ക്ലാസ്സിൽ കയറുന്നത്.
അപ്പം സ്റ്റാർട്ടഡ് ഫ്രം നോവെയർ എന്ന് പറയുന്ന പോലെ എല്ലാവരും ഒരു പകുതി വഴി ആയപ്പോഴാണ് ഞാൻ ചെന്ന് ക്ലാസ്സിൽ പുതിയ അഡ്മിഷൻ പോലെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തു. തുടക്കം അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് ഒരു മാസമൊക്കെ കഴിഞ്ഞാണ്. അപ്പം എനിക്ക് ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എന്നെ അയച്ചെന്ന്, എന്താണ് എന്നെ കൊണ്ട് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങൾ എന്നെ മനസ്സിൽ കിടന്നു. ആ സമയത്ത് മാനസികമായിട്ടൊക്കെ ഒത്തിരി സംഘർഷമാണ്. ഓരോ മാസവും വീട്ടിൽ നിന്ന് ചെലവിനും വാടകയ്ക്കും ഭക്ഷണം കഴിക്കാനും ഒക്കെ പൈസ അയക്കാൻ പേരൻസ് എത്രത്തോളം ബുദ്ധിമുട്ടും എന്നൊരു ഭയം എന്നെ വല്ലാതെ സംഘർഷപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പം ആ ചിന്തകളെല്ലാം എന്നെ എപ്പോഴും മാനസികമായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയങ്ങളിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിക്കും, ദൈവം എന്തെങ്കിലും വഴി, പേരൻസിന് എന്തെങ്കിലും വഴികൾ ഉണ്ടാകണം, എങ്കിലല്ലേ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ പൊക്കൊണ്ടുവന്നു. അങ്ങനെ അവിചാരിതമായിട്ട് ഞാൻ സേലത്തുള്ള പിന്നെ ഒരു ചർച്ചിലെ പാസ്റ്ററെ പരിചയപ്പെടാൻ ഒരു അവസരം ഉണ്ടായി. ഞാൻ ചെന്ന് 1 മാസമായി കാണും. അപ്പോൾ ഞാൻ അവിടെ ചർച്ച് താമസിക്കുന്നിടത്തൊക്കെ എവിടെ ചർച്ച എന്നൊക്കെ തപ്പിയപ്പോൾ 1-2 തമിഴ് ചർച്ചുകൾ കണക്റ്റഡ് ആയി. അപ്പം ആദ്യം ഒരു ചർച്ചിൽ പോയി. അവിടുത്തെ തമിഴ് പാസ്റ്റർ, പുള്ളിയെ പരിചയപ്പെട്ടു. ഞാനൊരു പാസ്റ്റർ മോനാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പുള്ളി സന്തോഷമായി. അതിനുശേഷം ഞാൻ പിന്നീട് ഒരു പാസ്റ്റർ എനിക്ക് വ്യക്തിപരമായി പരിചയപ്പെടാം. അദ്ദേഹം ഒരു മലയാളി പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പേരും സാം വർഗീസ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാനിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം നാട്ടിലെ റാന്നി സ്വദേശിയായ പാസ്റ്റർ, തമിഴ്നാട് സെറ്റിൽഡ് ആണ്. അദ്ദേഹത്തിന് ഒരു ചർച്ചും ഒക്കെ ഉണ്ട്. അവർ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അദ്ദേഹം എന്നെ ചർച്ചിലോട് ക്ഷണിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി. ആ ചർച്ചിൽ ചെന്നപ്പോൾ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു ചർച്ച്. വ്യത്യസ്തമായ ചർച്ച് എന്ന് പറയുന്നത് ആ ചർച്ച് എപ്പോഴും ഓപ്പണാണ്, 24/7 ഓപ്പണാണ്. നമുക്ക് എപ്പോൾ വേണേലും ആ ചർച്ചിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ വൈകിട്ട് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ താമസിക്കുന്നത്. ഞാൻ നടന്നു പോയിട്ട് അവിടെ പോയി ചർച്ചിൽ പോയി കുത്തി അവിടെ ഒരു മൂലയ്ക്കൊക്കെ പോയിരിക്കും. വേറെ ആൾക്കാർ പല കോണിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോകും. ഞാനും അത് ചെയ്യാൻ തന്നെ. എനിക്ക് ആ ഒരു നല്ലൊരു ആത്മീയ അന്തരീക്ഷം എന്റെ മനസ്സിനകത്ത് വലിയൊരു ആശ്വാസമൊക്കെ ഫീൽ ചെയ്തു. കൂട്ടിനാരുമില്ല, ഞാൻ തനിച്ച. ഞാൻ അതിന്റെ ഒരു കോണിലൊക്കെ പോയിരുന്നു. കുറച്ച് നേരം പ്രാർത്ഥിക്കും, കുറച്ച് നേരം അവിടെ ഇരിക്കും. അപ്പൊ എനിക്ക് മനസ്സിന് വലിയ ആശ്വാസം കിട്ടും, ഒരു ധൈര്യം കിട്ടും. തിരിച്ചു വീട്ടിൽ വരും. പിന്നീട് എൻ്റെ പെങ്ങളെ വിളിച്ചു, നീ ഫ്രീ ആണേ വാ പ്രാർത്ഥിക്കാം. അങ്ങനെ അവള് വരും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ നമ്പർ ഇപ്പൊ ഇതൊക്കെ കൂടാതെ അവളുടെ കൂട്ടുകാരികളെ വിളിച്ചുകൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്നവരെയൊക്കെ ഞങ്ങൾ വിളിച്ചുകൊണ്ടുവന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് സമയമുള്ളപ്പം അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കൂടെ അവിടെ ചെല്ലുന്നത് ഈ പാസ്റ്റർ ശ്രദ്ധിച്ചു. പാസ്റ്റർ ഇതിന്റെ മുകളിലാണ് താമസിക്കുന്നത്. പാസ്റ്റർ എന്നോട് പറഞ്ഞു, സാമേ, എനിക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യം, ഈ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ ഇവിടെയൊക്കെ കാണിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ആൾക്കാർ മലയാളികൾ ഇവിടെ വന്ന് ചെയ്യുന്ന ദോഷവും വളരെ വളരെ വലുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മലയാളി സ്റ്റുഡൻസ് അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള ഒരു പാസ്റ്ററുടെ കുറേ കൺസേൺസ് എന്നോട് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, നിന് കൂടെ വരുന്ന ഇവരൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നവർ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങളെ എൻകറേജ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതൊരു സന്തോഷം. അപ്പൊ ഞങ്ങൾക്ക് അത് കൂടുതൽ പ്രചോദനം. ഞങ്ങൾ കൂടുതൽ ആൾക്കാരെ ഇങ്ങനെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, വൈകിട്ട് വരുന്നുണ്ടെങ്കിൽ വരാം എന്നൊക്കെ. അപ്പം പ്രശ്നങ്ങളുള്ള പ്രയാസങ്ങളുള്ളൊക്കെ പിള്ളേരുകളൊക്കെ ഈ സഭയോ സംഘടനയോ നോക്കാതെ വിവിധ സഭകളിൽ പോകുന്നവർ, പെന്തക്കോസ്തുകാരൊന്നുമല്ല, മറ്റു സഭകളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ നമ്പർ കൂടുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ട് വചനത്തിൽ നിന്നൊക്കെ പറയാനും അവരെ ധൈര്യപ്പെടുത്താനും ഒക്കെ ചെറിയ വചനങ്ങളൊക്കെ പറയുക. അപ്പം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എൻ്റെ മനസ്സിലാണ്. അപ്പം എൻ്റെ മനസ്സിലെപ്പോഴും ആ ദൂത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ദൈവാദേശത്തേക്ക് അയക്കുന്ന ഒരു ദൈവപ്രവർത്തിക്കായി ദൈവനെ ഉപയോഗിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ നിലയിൽ ഞാൻ അതിനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വചനം പറയാൻ തുടങ്ങി. ഇത് അങ്ങനെ തുടങ്ങിയപ്പോൾ കൂടുതൽ കുട്ടികൾ വരാൻ തുടങ്ങി. അപ്പൊ പാസ്റ്റർ ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച കറങ്ങി നടക്കാതെ എന്തുകൊണ്ട് നമുക്ക് മലയാളത്തിൽ ഒരു ആരാധന ഇവിടെ തുടങ്ങിക്കൂടാ, സാമിന് അത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് പുള്ളി എന്നെ എൻകറേജ് ചെയ്തു. ഞാനും ഹെൽപ്പ് ചെയ്യാം, എനിക്ക് ഒക്കുമ്പോഴൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം പാസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോൾ പാസ്റ്റർ നമുക്ക് എപ്പോഴാണ് ടൈം, ബിക്കോസ് ഓൾറെഡി ഒരു തമിഴ് സർവീസ് അവിടെ നടക്കുന്നുണ്ട്, അതൊരു 10:30 മണിക്കാണ്. പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ രാവിലെ വരണം, നിങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് വന്ന് ഇവിടെ ആരാധന നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ 8 മണിക്ക് വന്ന് നിങ്ങളൊരു മലയാള സർവീസ് ചെയ്യും. അപ്പൊ എനിക്കത് വലിയ സന്തോഷമായി. അപ്പൊ ഞാനും എനിക്കറിയാവുന്ന സുഹൃത്തുക്കളെയും പെന്തക്കോസ്തുകാരായിട്ടുള്ളവരെ അല്ലാത്തവരെയും ഒക്കെ ക്ഷണിച്ചു. പക്ഷെ ആരും അതിനെ വലിയൊരു കൈക്കൊണ്ടില്ല, എടുത്തില്ല. പക്ഷെ ഞങ്ങള് പോകാൻ താല്പര്യപ്പെട്ടു. ഞങ്ങൾ അത് പതുക്കെ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ള നിലയിൽ 10-12 പിള്ളേരുണ്ടാകും ഞങ്ങൾ തുടങ്ങി. ഒരു ചെറിയൊരു സർവീസ് പോലെ തുടങ്ങി.
എനിക്കറിയാവുന്ന രീതിയിൽ പാട്ട് ലീഡ് ചെയ്യുക, എനിക്കറിയാവുന്ന രീതിയിൽ പാടുക. അതുവരെ നമുക്ക് അവിടെ ആരാധനയ്ക്കുള്ള ഒരു ഫെസിലിറ്റി വേറെ ഇല്ല താനും. വേറെ ഇല്ല താനും. അങ്ങനെ ഒരു മലയാളം സർവീസ് ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ഒരു സർവീസ് ഒന്നും. ICPF-ന്റെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ട്. ഞാൻ അവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. പക്ഷെ അത് കൂടുതൽ തമിഴ് സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള അന്തരീക്ഷം നമുക്ക് ഇല്ല. പിന്നെ മാത്രമല്ല ക്യാമ്പസുകളിലൊന്നും ICPF-ന് റോളില്ല, അനുവദനീയമല്ല. കാരണം എല്ലാം ഹൈന്ദവ കോളേജുകളാണ്, അതൊന്നും അനുവദനീയമല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സർവീസ് അത് തുടങ്ങി. ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ സർവീസ് തുടങ്ങിയപ്പോൾ നമ്മുടെ ആളുകളുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ കിട്ടി. അപ്പൊ ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരുകളെയും യങ്സ്റ്റേഴ്സിനെയൊക്കെ ആ സമയത്ത് വിശ്വാസികളായിട്ടുള്ളത് നമുക്ക് കണക്റ്റഡ് ആയിട്ട് കിട്ടി. അപ്പൊ അവരെയൊക്കെ ക്ഷണിച്ചപ്പോൾ കുറച്ചു പേർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായ കുറച്ചു ആളുകളോട് വന്നപ്പോഴത്തേനും വർഷിപ്പിന്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അങ്ങ് മാറി. അപ്പൊ നമുക്ക് പാട്ട് പാടാൻ ടാലന്റ് ആയിട്ടുള്ള ഒരു വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റുന്നവർ കിട്ടി. അതുപോലെ പിന്നെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെ കിട്ടി. അതൊരു ഗ്രൂപ്പ് ഫോമായി, നല്ലൊരു ടീം ഫോമായി. ആ ടീമിൽ ഞങ്ങൾ അങ്ങനെ സർവീസ് ചെയ്യുക. ചില ദിവസങ്ങളിൽ ഞാൻ പ്രസംഗിക്കും, ചില ദിവസങ്ങളിൽ മറ്റേ പാസ്റ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹം മെസ്സേജ് കൊടുക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയി. അതിങ്ങനെ വളർന്നു. അത് 40 പേര് 50 പേരുള്ള റേഞ്ചിലോട്ട് കൂടുതൽ കുട്ടികൾ വരാൻ തുടങ്ങി. പക്ഷെ എല്ലാവരും പിന്നെ വ്യത്യസ്ത സഭകളിലുള്ളവരാണ്. പെന്തക്കോസ്തുകാരേക്കാൾ കൂടുതൽ സമുദായക്കാരാണ്. പെന്തക്കോസ്തുകാരല്ല, എല്ലാവരും ഓർണമെന്റ്സ് ഒക്കെ ധരിച്ചവരും ഒക്കെ. ആ സമയങ്ങളിലൊക്കെ എനിക്ക് മനസ്സിൽ ഞാനൊരു ഓർത്തഡോക്സ് പെന്തക്കോസ് മനോഭാവം ഉള്ള ഒരാളായിരുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓർണമെന്റ്സ് ഇടുക എന്നൊക്കെ പറയുന്ന ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കിതൊക്കെ ഇവരെന്നാണ് സ്ഥാനപ്പെടുന്നത്, ഇവരെന്നാണ് ഓർണമെന്റ്സ് റിമൂവ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ അതൊന്നും പറയാനുള്ള ധൈര്യം അന്ന് എനിക്കില്ല. വരുന്നവരെല്ലാം അറ്റ്ലീസ്റ്റ് അത്രയും പേര് വരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് നമുക്കുള്ളത്. അവർ നമ്മുടെ വചനം കേൾക്കുന്നുണ്ടല്ലോ, നമ്മളോട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് അവർ വരട്ടെ എന്നുള്ള മനോഭാവത്തിൽ അവരെ കൈക്കൊണ്ടും അവരെയും കൂടെ ഉൾപ്പെടുത്തിയും ഇൻവോൾവ് ചെയ്യിച്ചും ഒക്കെ നമ്മൾ ഈ സർവീസ് ഇങ്ങനെ കൊണ്ടുപോകണം. 1 വർഷത്തോളം ആയപ്പോൾ ഒരു 60-70 പേര് കൂടുന്ന ഒരു ടൈം ഉണ്ടായി. ആ സമയത്ത് പാസ്റ്ററും ഞങ്ങളും ഒക്കെ സംസാരിച്ച സമയത്ത് ഈ തമിഴ് ചർച്ചിന് ഈ ക്യാമ്പുകളും, അപ്പൊ ഇവര് ക്യാമ്പ് നടത്താൻ പോകും. അപ്പൊ ഞങ്ങൾക്കും ഇങ്ങനൊരു താല്പര്യം, നമുക്കൊരു ക്യാമ്പ്. അപ്പം നമ്മുടെ കൂട്ടായ്മ വരുന്ന കുഞ്ഞുങ്ങളോടും സ്റ്റുഡൻസിനോടെല്ലാം പറഞ്ഞു, ഒരു പ്രാവശ്യം നമുക്കൊരു 3 ദിവസം 4 ദിവസം അവധിയുള്ള ആരും നാട്ടിൽ പോലെ നമുക്കൊരു ക്യാമ്പിന് പോവാം. നമുക്ക് മാക്സിമം എത്ര പേരെ കൊണ്ടുപോകാം, ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. പാസ്റ്റർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമുക്കൊരു ക്യാമ്പ് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു ക്യാമ്പ് അറേഞ്ച് ചെയ്ത് പാസ്റ്റർ ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് സൈറ്റിനെ പറ്റി അവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ക്യാമ്പ് സൈറ്റിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ക്യാമ്പിന് പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിന് രജിസ്റ്റർ ചെയ്യണം, നിങ്ങൾ നേരത്തെ പറയണം എത്ര പേരുണ്ടെന്ന്. അപ്പൊ അതനുസരിച്ച് ബസ് അറേഞ്ച് ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്കൊരു 120 പിള്ളേർ രജിസ്റ്റർ ചെയ്തു. നമ്മൾ ചർച്ച വരാത്തവർ പോലും വെക്കേഷന് പോകാത്ത, മീൻസ് ഒരു ചെറിയ അവധികളൊക്കെ വരുമ്പം തിരിച്ച് നാട്ടിൽ പോകാത്തവരെല്ലാം അവിടെ നിന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരോടും കാശില്ലാത്തപ്പോഴും വലിയ പദ്ധതികളാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പൈസയൊന്നുമില്ല, പക്ഷെ ഇതെല്ലാം ആഗ്രഹങ്ങളാണ്. അപ്പൊ ഈ ആത്മീയമായ താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് ഒക്കെ പ്ലാൻ ചെയ്തു. ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ആഗ്രഹത്തിൽ പിന്നെ പാസ് ഒരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടെന്നുള്ളത് നമുക്കൊരു വലിയ ബലമായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിലും അദ്ദേഹം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഒരു ക്യാമ്പ് പ്ലാൻ ചെയ്തു. ആ ക്യാമ്പിന് ഞങ്ങൾ ഹെൽപ്പിനായിട്ട് തൃശ്ശൂരിൽ നിന്ന് 1-2 ദൈവദാസന്മാരോടോ അങ്ങനെ ക്യാമ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ അവിടെ ചെന്നു. എന്താ പ്രോഗ്രാം ചെയ്യേണ്ടത്, എങ്ങനെയാ ഇത് ക്യാമ്പ് കൊണ്ടുപോകേണ്ടതെന്നൊന്നുമുള്ള ഒരു വലിയ ഐഡിയ ഒന്നും നമുക്കില്ല. എന്നാൽ പോലും ഞങ്ങൾ പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫ്രൈഡേ ആഫ്റ്റർനൂൺ പോയതാണ്. ഫ്രൈഡേ ആഫ്റ്റർനൂൺ അവിടെ ചെന്നു. വൈകിട്ട് പിന്നെ അവിടെ താമസിക്കുക. അപ്പോൾ വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കൂടി ഞങ്ങൾ ഞങ്ങളുടെ വർഷിപ്പ് ടീം പാട്ടുകളൊക്കെ പാടി. ഇവരെല്ലാം ഇവരൊക്കെ കൂടുതൽ സമുദായക്കാരായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കൂടെ പാടുകയോ ഒന്നും ചെയ്യത്തില്ല. അവരെല്ലാം കാഴ്ചക്കാരാ ഒരു പരിധി വരെ എല്ലാവരും തന്നെ. സാറ്റർഡേ പകലൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും കുറച്ചുകൂടെ കണക്റ്റഡായി. അപ്പം എല്ലാവരും കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. ആ ഒരു അടുപ്പം ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കി. അപ്പൊ ഞങ്ങള് സാറ്റർഡേ മോർണിംഗ് ഞങ്ങളൊരു ക്വയറ്റ് ടൈം ഇങ്ങനെ പറഞ്ഞു, ക്വയറ്റ് ടൈം എടുക്കാം. അപ്പൊ ഈ ക്യാമ്പ് ഫെസിലിറ്റിയിൽ ഒരു മലയുടെ മണ്ടയ്ക്കാം. അപ്പൊ ആ മലയുടെ ഒരു മണ്ടയ്ക്ക് മാറി അവരൊരു കുരിശ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കാൽവറിയെ ഇത് പ്രസന്റ് ചെയ്യുന്നത് പോലെ കുറെ പാറക്കെട്ടുകളൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്ത് ഒരു കുരിശൊക്കെ നാടി. അപ്പൊ ഞങ്ങൾ നടന്ന് ഈ കുരിശിന്റെ അടുത്താ പോയത്. അപ്പൊ എല്ലാവരും ഓരോ പാറയുടെ മണ്ടയിലൊക്കെ മാറിയിരുന്ന് മരത്തിന്റെ ഇടയിലൊക്കെ പോയിരുന്ന് ഞാൻ പറഞ്ഞു, ക്വയറ്റ് ടൈമാണ്, നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുക്കുക, നിങ്ങൾ വായിക്കുക, ശാന്തമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അന്നൊക്കെയാണ് പലരും ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നത്.
അപ്പൊ ഇവരൊക്കെ ഓരോരുത്തടത്തും പോയിരുന്ന് ഇങ്ങനെ ഒരു മണിക്കൂർ സമയം ക്വയറ്റ്. അപ്പം ഞങ്ങളെല്ലാം അങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കൂടെ വന്ന സ്റ്റുഡൻസ്, ഈ വന്ന സ്റ്റുഡൻസ് 120 പേര്, ഇവർ ഓരോരുത്തർ നിന്ന് കരയുകയും ബൈബിള് വായിച്ചിട്ട് കരയുകയും അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അവർ അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യത്യാസം ഞാൻ നോട്ട് ചെയ്തു. അപ്പൊ നമുക്കും കുറച്ച് ഇമോഷണലി നമ്മൾ അതിലൂടെ കണക്റ്റഡായി. അത് കഴിഞ്ഞ് പകലത്തെ മീറ്റിങ്ങിന് അന്തരീക്ഷമാണ്. ഇന്ന് പാലത്തെ മീറ്റിംഗ് വന്നപ്പോഴത്തേനും എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി, ഞങ്ങൾ പാടുന്ന പാട്ടിന്റെ കൂടെ ചേർന്ന് പാടാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസം സ്റ്റുഡൻസിൻ്റെ ഇടയിലുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒരു കൗൺസിലിംഗ് സെക്ഷൻ പോലെ പേഴ്സണലി കൗൺസിൽ ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പറയാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ലീഡേഴ്സ് ആയിട്ടുള്ള ഒരു 5-6-7 പേരും 1-2 പാസ്റ്റേഴ്സ് വന്നിട്ടെല്ലാം സെക്ഷൻസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ സെക്ഷൻ വെച്ചു. അപ്പോൾ പലരും അവർ ഫേസ് ചെയ്യുന്ന പല വിഷയങ്ങളെ, അവരെ ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഭവനത്തിലെ വിഷയങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് അത് ഭയങ്കരമായ ഒരു ടച്ച് ഉണ്ടാക്കി. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേന് ഫുൾ ക്യാമ്പസിന്റെ അന്തരീക്ഷം മാറി. സാറ്റർഡേ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേന് അന്തരീക്ഷം മാറി. എല്ലാവർക്കും ആരാധിക്കണമെന്ന് നമ്മൾ പാടുന്ന ഒറ്റ പാട്ട് പോലും ഇവർക്കാർക്കും അറിയത്തുമില്ല. എന്നാൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടായി. സൺഡേ മോർണിംഗ് ആരാധനയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചു കൂടി. അതിനകത്തൊരു ചർച്ചുണ്ട്, ചർച്ചിൽ ആരാധിക്കുക. ആരാധനയ്ക്ക് എല്ലാവരും കരയാൻ തുടങ്ങി. ആരാധനയുടെ സമയത്തൊക്കെ എല്ലാവരും കരയുവാണ്. ഇപ്പം ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ലൈഫിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവ് കുട്ടികളുടെ ഇടയിൽ. പക്ഷെ എങ്ങനെയാ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ പോലുള്ള പക്വതയോ അറിവോ എനിക്കുമില്ല, ആർക്കുമില്ല. എന്നാൽ ഞങ്ങളെക്കാൾ കഴിയുന്നോണം കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ എന്നിട്ട് ആ ഒരു ഇമോഷൻ, ഈ ക്യാമ്പിന് വന്നതിന്റെ നിങ്ങളുടെ അനുഭവം എന്താന്ന് പറയാൻ സാക്ഷ്യത്തിന് ഒരു സമയം കൊടുത്തു. മൈക്ക് ഹാൻഡ് ചെയ്തു. അന്നേരമാണ് സ്റ്റോറി മാറിയത്. ഇതിൽ വന്നതിൽ 60-ലധികം സ്റ്റുഡൻസ് സാക്ഷ്യം പറയുകയാണ് ഞങ്ങൾക്ക് സ്ഥാനപ്പെടണം. 60 പേരിലധികം ഒറ്റയടിക്ക് വന്നതിൽ ഇവർ പറയാണ് ഞങ്ങൾക്ക് സ്ഥാനപ്പെടണം. അപ്പോഴത്തേനും നമ്മുടെ മനസ്സിലും ഇത് വലിയൊരു തീ പോലെ, ദൈവമേ എന്ത് ലെവലിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഓരോരുത്തരും കൈവിട്ടു പോവാണ്. നമ്മൾ സ്നാനം എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമ്മൾ അവിടെ പ്രസംഗം നടത്തിയില്ല. നമ്മൾ ആരോട് സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് ആ കോൺഫറൻസിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ മറ്റു കാര്യങ്ങൾ ഒരു മാനസികമായി അതെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല നമ്മുടെ മെസ്സേജുകളെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള, സാധാരണക്ക് മനസ്സിലാകുന്ന യേശു ചെയ്ത അത്ഭുതങ്ങളോ സുവിശേഷങ്ങളോ ആ നിലയിലുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ ഉപദേശപരമായ കാര്യങ്ങളൊന്നും അവിടെ മിണ്ടുന്നതേയില്ല നമ്മൾ. പക്ഷേ അവരെ ദൈവം പ്രതികരിക്കാൻ ദൈവം അവർക്ക് കൊടുത്ത അവസരത്തിൽ അവർ പ്രതികരിച്ച് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് സ്ഥാനപ്പെടണം. അപ്പം ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പൊ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് ആ ഒരു ഇമോഷണൽ കരച്ചിലും കെട്ടിപ്പിടിയും ഭയങ്കര സ്നേഹവും എല്ലാം കൂടെ ആയിട്ട് ഒരു ഉണർവായിട്ടൊക്കെ മാറി. ഉണർവിനെ കുറിച്ച് നമുക്ക് വലിയ ഉൾക്കാഴ്ചകൾ ഇല്ലെങ്കിലും അറിയാതെ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുകയാണ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചെല്ലാവരും ക്യാമ്പസിൽ വന്നു. ഞായറാഴ്ച വൈകിട്ടായപ്പോഴത്തേനും തിരിച്ച് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർക്കെല്ലാം ആവശ്യം നമുക്ക് ഇതുപോലെ ഇനി സ്പെൻഡ് ചെയ്യണം ടൈം, അത് ദീർഘിപ്പിക്കാൻ പാടില്ല നമുക്ക് പെട്ടെന്ന്. അപ്പൊ അതിന്റെ അടുത്ത പിറ്റേ ആഴ്ച നമുക്ക് ഒരു ദിവസത്തെ ഒരു അവധിയുണ്ട്, അതിന്റെ അവധിയുണ്ട്. അപ്പൊ ഞാൻ അന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് പോലെ പാസ്വേഡ് ചോദിച്ചും പാസ്വേഡ് ചർച്ച എടുത്തു. ഒരു കുഴപ്പമില്ല. സ്പെഷ്യൽ മീറ്റിംഗ് പോലെ വെച്ചിട്ട് ഈ പിള്ളേരുകളെ എല്ലാം അറിയിച്ചു. നമുക്കിത് സ്പെഷ്യൽ മീറ്റിംഗ് ആണ്, ഒരു ഓൾ ഡേ മീറ്റിംഗ് ആണ്, പ്രസംഗിക്കാനൊന്നും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനാ പ്രസംഗിക്കുന്നത്. അപ്പൊ എന്നിട്ട് ആ സ്പെഷ്യൽ മീറ്റിംഗ് വെച്ച് പകലത്തെ മീറ്റിംഗ് അടക്കാം. പകലത്തെ മീറ്റിംഗ് ആരാധന കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജിനായിട്ട് കയറി. ഇപ്പൊ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് യേശുവിന്റെ ക്രൂശീകരണം. അതെങ്ങനെയാ പ്രസന്റ് ചെയ്യണമെന്നോ അത്ര വലിയ കഴിവോ പ്രാപ്തിയൊന്നും ഇല്ലെങ്കിലും ഞാൻ പ്രസംഗിച്ചു വരിക. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. ചിലര് അഭിഷേകം പ്രാപിച്ചിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അവരന്യഭാഷ ആരാധിക്കാൻ തുടങ്ങി. അപ്പോഴത്തേന് ഫുൾ എനിക്ക് പ്രസംഗം കണ്ടിന്യൂ ചെയ്യണോ നിർത്തണോ ഒന്നും അറിയത്തില്ല. ഇതങ്ങ് ഡിസ്റ്റർബ്ഡ് ആവുന്ന പോലെ 4-5 പിള്ളേർ ഭയങ്കരമായിട്ട് അന്യഭാഷയിൽ അങ്ങ് ആരാധിക്കുക, അവർ കൈയടിക്കുക, അവരാൾ മാറും. അപ്പോഴത്തേനും എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് നിന്ന് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ കൊയർ വന്നിട്ട് ഒരു പാട്ട് പാടും. കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവരെന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാത്തതുപോലെ ആ രീതിയിലങ്ങായി. ഏത് വർഷമാണിത്? ഇത്
1998 ആ വർഷം 1998 ഞാൻ 2000 കംപ്ലീറ്റ് ചെയ്തത്. 98 ഇങ്ങനെ അങ്ങോട്ട് മാറിയപ്പോൾ ഞാൻ ഇങ്ങനൊന്നും അങ്ങനെ നമുക്ക് നാട്ടിൽ പോലും അങ്ങനെ അന്യഭാഷ ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആളുകൾ അന്യഭാഷയിൽ ആരാധിക്കുക, കൈയടിക്കുക എന്നൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, വർഷിപ്പ് കൊയറിനെ വിളിച്ച് ഒരു പാട്ട് പാട്, നമുക്ക് ആരാധിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും കൈയടിച്ച്. അങ്ങനെ കൈയടിച്ച് ആരാധിക്കുന്ന സമയത്ത് കുറെ സ്റ്റുഡൻസ് അവരിൽ നിന്നുള്ള ഭൂതം ഇളവിട്ട് അവർ താഴും പടപെടാൻ താഴും. അപ്പൊ 4-5 സ്റ്റുഡൻസ് താഴെ വീഴുകയൊക്കെ ചെയ്തപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു അന്തരീക്ഷമുണ്ട്. 150 പേരോളം കൂടിയിരിക്കുന്ന ഒരു ഹോളിനകത്ത് 4-5 പേര് താഴെ കിടന്ന് കൈയും കാലോട്ട് അടിക്കുകയോ ഉരുളുകയൊക്കെ ചെയ്യുന്നു. കുറെ പേര് അന്യഭാഷയിൽ ആരാധിക്കുന്നു. കുറെ പേരുടെ ശ്രദ്ധ ഇതിലോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഭയവും എല്ലാം കൂടെയൊക്കെ വന്നു. എന്താ സംഭവിക്കുന്നത്, ഇതെങ്ങനെ മാനേജ് ചെയ്യേണ്ടത്? പക്ഷെ അന്ന് ദൈവം അസാധാരണമായ ദൈവകൃപ ഇതൊക്കെ മാനേജ് ചെയ്യാൻ. കാരണം ആരും ഡിസ്റ്റർബ്ഡ് ആകാത്ത നിലയിലും ഇതൊരു മറ്റൊരു ലെവലിലോട്ട് ആൾക്കാരുടെ ഇടയിൽ ഭയം ഉണ്ടാകുന്ന രീതിയിലോടൊന്നും പോകാത്ത നിലയിൽ അതിനെ നമ്മൾ മാനേജ് ചെയ്തു. നമ്മൾ പോയി താഴെ വീണവരെ അവിടെ ആ നിലയിൽ അവരെ അത് നിയന്ത്രിച്ചു, മറ്റുള്ളവരെ ആരാധിക്കുന്നത് നിയന്ത്രിച്ചു. പക്ഷേ അത് ഭയങ്കര ഒരു ഉണർവിന്റെ തുടക്കമായിരുന്നു. ഇവരിൽ നിന്ന് എന്തോ ദുഷ്ടശക്തികളൊക്കെ വിട്ടുപോയി. അപ്പൊ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഇവരുടെയൊക്കെ ലൈഫിൽ ഇതിന് മുമ്പ് ഇവരെ ഇങ്ങനെ ഓതിക്കെട്ടുമൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ മന്ത്രങ്ങളും കാര്യങ്ങളിലൂടെയൊക്കെ ഇവർ കടന്നുപോയിരുന്നവരൊക്കെയാണ് ഈ താഴെ വീഴുകയും അവരിൽ നിന്നുള്ള ആ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞുപോയി. പിന്നെ ഞങ്ങൾ പാട്ട് പാടി ആരാധിച്ചപ്പോഴത്തേനും അവരുടെ ഇടയിൽ ആത്മാവ് ശക്തമായിട്ട് വ്യാപിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷം വന്നു. പിള്ളേരുടെ ഇടയിൽ പ്രാർത്ഥിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു ഇത് വന്നു. അതിനുശേഷം അതിന്റെ പിറ്റേ ദിവസങ്ങളിൽ ഇതൊരു പ്രശ്നമായിട്ടുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് ഈ ആരാധിക്കാൻ വന്ന സ്റ്റുഡൻസ് പലരും ക്യാമ്പസുകളിൽ അവര് കോളേജിൽ പോവും. കോളേജിൽ പോയിട്ട് അവർക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ, ലഞ്ച് ബ്രേക്ക് കിട്ടുമ്പോൾ ഈ കുട്ടികൾ വട്ടം കൂടി ക്യാമ്പസിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മറ്റു പലരും ഇത് ശ്രദ്ധിക്കാനും ഇതിനെപ്പറ്റി സംസാരിക്കാനും തുടങ്ങി. ക്യാമ്പസുകളെല്ലാം ഇവിടെ നടന്ന ഈ മീറ്റിങ്ങിനെ പറ്റിയിട്ടും ഇങ്ങനെ ആൾക്കാർ വീണതിനെ പറ്റി ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് ഇത് ക്യാമ്പസിലെല്ലാം ഇതൊരു ചർച്ച ചെയ്യും. ഈ ചർച്ച ഇങ്ങനെ ക്യാമ്പസുകൾ നടക്കുന്നു, ഇതൊരു വിഷയമായിട്ട് വരും എന്ന പോയിന്റിലോട്ട് വരുന്നതിനിടയ്ക്കുണ്ട് ഒരു കുട്ടി, ഇവിടെ അഭിഷേകം പ്രാപിച്ചൊരു കുട്ടി ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തിരുന്ന് അന്വേഷണം ഒച്ചത്തിൽ ഫുൾ ക്ലാസ് ഡിസ്റ്റർബ്ഡായി. അപ്പൊ ഈ കുട്ടിക്ക് എന്താ പറ്റിയേ എന്നുള്ള നിലയിലോട്ട് അത് വന്നു. അന്ന് വൈകിട്ട് പിന്നെ ഞാൻ ഇവരെല്ലാം പോയി സന്ദർശിച്ചു, ഇവരെല്ലാം കണ്ടു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ചുകൂടെ പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ള ഒരു ധൈര്യവും ഒരു അറിവും ഒക്കെ അവർക്ക് കൊടുത്ത് അവരോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് അതിനൊന്നും അവരങ്ങ് ഇമോഷണലി ഭയങ്കരമായിട്ട് അവരിലുണ്ടായ ഒരു ഉണർവ് ഭയങ്കരമായിട്ട് അവരെ സ്വാധീനിച്ചു. അപ്പം അവരിൽ പലരും പറയുന്നൊരു കാര്യം, ഈ അന്യഭാഷ പ്രാപിച്ച് ചെയ്ത് അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, അവർക്ക് നിയന്ത്രിക്കാൻ. ഇത് അവരുടെ നാവിന്റെ തുമ്പിൽ നിൽക്കുക, അത് അവർക്കത് എപ്പോഴും വരികയാണ്, അവർ ആ ഒരു തലത്തിൽ നിൽക്കുക. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത്, ഇവര് സ്ഥാനപ്പെടാൻ തീരുമാനിച്ചത്, ഇവരെ സ്ഥാനപ്പെടുത്തിയിട്ടില്ല, ഇവരെ സ്ഥാനപ്പെടുത്തണം, ഇത്രയും പേരെ സ്ഥാനപ്പെടുത്തണം. അപ്പൊ പാസ്റ്റോടെ സംസാരിച്ച് പാസ്റ്റോട് നമ്മുടെ ചർച്ചിൽ അപ്പം 10-60 പേര് സ്ഥാനപ്പെടാൻ റെഡിയായി നിൽക്കുക. അപ്പോൾ ഒറ്റയടിക്ക് ഇത്രയും പേരെ സ്ഥാനപ്പെടുത്തുക പ്രാക്ടിക്കൽ. ഞാൻ നേരം നാട്ടിൽ വിളിച്ച് പപ്പയെ വിളിച്ച് പപ്പയും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ പപ്പയും കൂടെ വന്ന് ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം 32 പേരെ ഒറ്റ ദിവസം സ്ഥാനപ്പെടുത്തി. അത്രയും നേരം വെള്ളത്തിൽ നിന്നപ്പോഴത്തേനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാലും അത്രയും നേരം നിന്ന് ഇത്രയും പേരെ സ്ഥാനപ്പെടുത്തി. ഇത്രയും പേരെ സ്നാനപ്പെടുത്തി പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ പിന്നെ നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെ പിന്നെ നമ്മൾ സ്നാനപ്പെടുത്തി. അപ്പൊ അങ്ങനെ സ്നാനപ്പെട്ട് കൂട്ടായ്മയിലേക്ക് ചേർന്ന ഒരുപാട് പേരെ. അങ്ങനെ വന്നപ്പോഴത്തേനും ഇവരുടെ പലരെയും വീടുകളിൽ മറ്റ് ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു, ഇന്നോലെ ഇന്നാരെല്ലാം പെന്തക്കോസ്തിൽ ചേർന്നിരിക്കുന്നു, സ്നാനപ്പെട്ടിരിക്കുന്നു ഒക്കെ പറഞ്ഞപ്പോഴത്തേനും പലരുടെയും വീടുകളിൽ എതിർപ്പുകളായി, പ്രശ്നങ്ങളായി. പലരെയും ക്യാമ്പസിൽ പേരൻസ് വന്നു, എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ള വന്നു, എന്നെ കാണാൻ പലരും വന്നു. അപ്പോ അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ സമയം ഉണ്ടായി. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഉണർവ് വ്യാപിക്കുകയും ചർച്ച അങ്ങ് വളർന്നു. ഈ സഭയായിട്ട് അങ്ങ് രൂപപ്പെട്ടു. ഇപ്പോ ഒരു ആരാധനയ്ക്ക് 180-200 പേര് കൂടുന്ന ഒരു വലിയ ഗ്രൂപ്പായി. തമിഴ് ചർച്ചിനേക്കാളും വലുതായി മലയാളം ഗ്രൂപ്പ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ. ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നിട്ട് രാവിലത്തെ ആ ടൈമിങ്ങും ആൾക്കാരെ മാനേജ് ചെയ്യാൻ പോലും പ്രാക്ടിക്കലി നമുക്ക് ബുദ്ധിമുട്ടിരുന്നതിലൂടെ ചർച്ച വളർന്നു. മാത്രമല്ല ആ സമയത്താണ് നമുക്ക് ചർച്ചയിൽ നിന്ന് ക്യാമ്പസിൽ നിന്ന് സ്റ്റാഫുകളും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും കൂടെ നമ്മുടെ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് ചർച്ചിന് വേറൊരു ലെവൽ ഓഫ് ഗ്രോത്ത് അങ്ങുണ്ടായി.
പിന്നീട് ഈ ഒരു ഉണർവ് ക്യാമ്പസുകളെല്ലാം വ്യാപിച്ചു. പല ക്യാമ്പസുകളെയും പ്രിൻസിപ്പൽമാർ എന്നെ വിളിച്ചു, പേഴ്സണലായിട്ട് എന്നോട് സംസാരിച്ചു, എന്താണ് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. അപ്പം നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഉണർവ് വന്നു എന്ന് കേട്ടത് അത് പിന്നെ ഫേമസുമായി, ഒത്തിരി പോപ്പുലറായി, പല ക്യാമ്പസുകളിലോട്ടും ആ വിവരങ്ങൾ പോയി. അതിനുശേഷം ഞാൻ എല്ലാ ക്യാമ്പസുകളിലെയും അഡ്മിനിസ്ട്രേഷനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. അപ്പൊ ആ ബന്ധം യൂസ് ചെയ്ത് ഞാൻ പല ക്യാമ്പസുകളിലും ക്രിസ്മസിന് സമയം ചോദിച്ചിട്ട് ക്യാമ്പസുകളിൽ നമുക്ക് ഹാഫ് ഡേ ക്യാമ്പസിന് ഓഫ് കൊടുത്ത് പ്രോഗ്രാം നടത്തിക്കുക, സുവിശേഷം അറിയിക്കുക, വചനം പറയുക, ക്രിസ്മസ് പ്രോഗ്രാംസ് നടത്തുക, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ സുവിശേഷം അറിയിക്കാൻ കിട്ടിയ ആ ഓപ്പണിങ്ങുകളൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. ഇതിൽ നിന്നെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ച 1-2 പാഠങ്ങളിൽ ഒന്ന്, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മൾ വിചാരിക്കും, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പെന്തക്കോസ്തുകാരെ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, അവർക്കാണ് ആത്മീയമുള്ളത്, ബാക്കിയുള്ളവരെല്ലാം തഴയപ്പെട്ടവരാണ്, ഓർണമെന്റ്സ് ഇട്ടേക്കുന്നവരെല്ലാം ദൈവം തഴഞ്ഞവരാണെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഓർത്തഡോക്സ് മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെ ആണെന്ന് മനസ്സിലാക്കാനും അങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്സ് ദൈവം തന്നു. അത് ഇന്നും എന്നെ ശുശ്രൂഷയെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ആരെയും വേർതിരിച്ച് കാണാതെ നമ്മുടെ പുറമേ ഉള്ളത് നോക്കിയല്ല, വ്യക്തികളുടെ ഹൃദയങ്ങളെ നോക്കിയാണ് ദൈവം കാര്യങ്ങളെ കാണുന്നതെന്ന് മനസ്സിലാക്കാനും അങ്ങനെ ചിന്തിക്കാൻ എന്നെ ദൈവം ട്രെയിൻ ചെയ്ത സ്ഥലമായിരുന്നു സേലം. അതുകൊണ്ട് എനിക്ക് പിന്നെ ഓർണമെന്റ്സ് ഇട്ടവരെന്നോ ഓർണമെന്റ്സ് ഇടാത്തവരെന്നോ ആ സഭയിൽ പോകുന്നവരെന്നോ ഈ സഭയിൽ പോകുന്നവരെന്നോ ഒക്കെയുള്ള ചിന്തകളെല്ലാം രീതിയിൽ നമ്മൾ അവിടെ വെച്ച് മാറ്റിയെടുത്തു. അതെന്റെ മൈൻഡിനെ ഭയങ്കരമായിട്ട് എന്നെ രൂപപ്പെടുത്തിയെടുത്തു. അപ്പൊ അങ്ങനെ അതിന് ശേഷം ഞാൻ 4 വർഷം പഠിച്ചു, എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് സഭ വിട്ടിട്ട് പോരാൻ എനിക്ക് മനസ്സില്ല. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ അവിടെ പിന്നെയും ഈ ചർച്ച് നോക്കി നടത്തി ശുശ്രൂഷയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഒരു 6 മാസം 7 മാസത്തോടെ മുന്നോട്ട് പോയി. പിന്നീട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, പിന്നെ മാറേണ്ടി വന്ന കാരണം വെച്ചാൽ എനിക്ക് സാമ്പത്തിക ശേഷിയില്ല. പഠിക്കുന്ന കാലത്തോളം പേരൻസ് സപ്പോർട്ട് ചെയ്യും, അവരെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അയച്ചു തന്നു. ഇവരെല്ലാം സ്റ്റുഡൻസ് ആണ്. അവിടെ കിട്ടുന്ന ഓഫറിംഗ് പോലും നമ്മൾ അങ്ങോട്ട് ചെലവാക്കിയോ പറ്റുള്ളൂ, നമ്മൾ ആരും ഒന്നും വാങ്ങിക്കുകയോ അങ്ങനെ ചെയ്യില്ല. അപ്പം എന്നെ അവിടെ പാഠം കൊടുത്തു പോലും എനിക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. പിന്നെ എന്റെ വീടും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് രക്ഷപ്പെടാണ്ടിരിക്കുന്ന എന്റെ സാഹചര്യം ഒക്കെ അങ്ങനെ ഞാൻ മനസ്സോടെ എന്റെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങേണ്ടി അതിലേക്ക് നമ്മൾ പോകും. അതിലേക്ക് നമ്മൾ ഉടൻ തന്നെ പോകുന്നതാണ് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ. ഒരു ഫാർമസി വിദ്യാർത്ഥിയായിട്ട് സേലത്തേക്ക് കൊട്ടാരക്കര നിന്നും കുടിയേറുന്നതാണ് നമ്മൾ ഈ കഥയുടെ ഇന്നത്തെ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണാനിടയായത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ എല്ലാ പട്ടിണിയും പ്രാരാബ്ദമുള്ളപ്പോഴും ദൈവത്തിന്റെ ഒരു നിറവും ഒരു അഭിഷേകവും ദൈവത്തിന്റെ ഒരു വാക്തത്വവും തൻ്റെ മേലുണ്ടായിരുന്നു. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെ വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ തൻ്റെ ജീവിതത്തിന്റെ ഉദാഹരണമാണ് സേലത്ത് നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്നേക്ക് 28 വർഷങ്ങൾക്ക് മുമ്പ് സേലം കാമ്പസിൽ ഒരു അഭൂതപൂർവമായിട്ടുള്ള ഉണർവുണ്ടായിട്ടുണ്ട്. 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ചെന്നിട്ടുണ്ട്. അവർ ഒറ്റയ്ക്ക് ക്വയറ്റ് ടൈം സമയങ്ങൾ പോലും നിറഞ്ഞൊഴുകുന്ന കണ്ണുമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നതും അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ കേൾപ്പാൻ ഇടയായി തീർന്നതും ഈ സമയം വരെ നമ്മൾ മനസ്സിലാക്കിയതും. എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ വ്യക്തികളെയും, കയ്യിൽ 5 കാശില്ല, എന്നാൽ പദ്ധതികളൊക്കെ വലുതാണ് പ്ലാൻ ചെയ്യുന്നത്. അത് ദൈവം തരുന്ന ചില വിശേഷാൽ കഴിവാണ്. ഞാൻ ഈ സംഭാഷണം തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഒരു മികച്ച സംഘാടകൻ കൂടിയാണ് പാസ്റ്റർ സാം വർഗീസ് എന്നുള്ളത്. ദൈവം ഒരു ദർശനം ഉള്ളിൽ തന്നാൽ ആ ദർശനം പൂർത്തീകരിക്കാൻ വേണ്ടി എന്തെല്ലാം അതിൻ്റെ ചുറ്റും വേണോ അതിനൊന്നും കാത്തിരിക്കാതെ ആ ദർശനം സാധിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ഉൾക്കരുത്ത് എന്ന് പറയുന്നത്, അത്രമാത്രം ആത്മസമർപ്പണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മസമർപ്പണത്തോടെ ദൈവവിളിക്ക് വേണ്ടി നാം ആയിരിക്കുന്ന ഏതൊരു സ്ഥലത്താണെങ്കിലും ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് ഉപയോഗിക്കും. ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ 5 പൈസ കയ്യിലെടുക്കാനില്ല, വീട്ടുകാർ നൽകുന്ന ചില്ലറ കാശ് കൊണ്ട് ജീവിതത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ അതുപോലും ആഗ്രഹിക്കുന്നത് പലതും നിറവേറ്റാതെ പോകുന്നെങ്കിലും 100 കണക്കിന് പേരെ കർത്താവിലേക്ക് അടുപ്പിച്ച് അവരെ സംഘടിപ്പിക്കാൻ ദൈവം കരുത്ത് പകർന്ന ഈ ജീവിതാനുഭവം എനിക്കറിയാം ഇന്ന് ഞങ്ങളെ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ ശുശ്രൂഷകൾക്ക് ഒരു കരുത്തും കൈത്താങ്ങലുമാകും. സഭ പൈനിയർ ചെയ്യുന്നവർ, വ്യത്യസ്ത ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, ദൈവവിളി ഉള്ള കുഞ്ഞുങ്ങളായിട്ടുള്ളവർ, അവർ പഠിക്കുന്ന വ്യത്യസ്ത കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ പോകുന്നവർക്ക് ഈ ദേവദാസിന്റെ ഇന്ന് പറഞ്ഞ അനുഭവം ഒരു കരുത്താകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഇന്ന് വിട പറയുന്നു. തുടർന്ന് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ലിങ്കിൽ
പാസ്റ്റർ സാം വർഗീസുമായിട്ടുള്ള നമ്മുടെ സംഭാഷണത്തിന്റെ അടുത്ത ഭാഗം നമ്മൾക്ക് കേൾക്കാം. സേലത്ത് നിന്നും മറ്റൊരിടത്തേക്കുള്ള ദേവദാസന്റെ യാത്രയും അനുഭവങ്ങളും അടുത്ത ലക്കത്തിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് കേൾക്കാം. ഇത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.